ആദിത്യവർമ്മ. പേര് കേട്ടാൽ കുന്നംകുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ആളുകളൊന്ന് നിശ്വാസം വിടും. മാധവൻ തമ്പുരാൻ്റെ ഒറ്റ മകൻ, 26 വയസ്സ്. കണ്ണിലെപ്പോഴും തീയാണ്. ചുണ്ടിൽ ചിരി വന്നിട്ട് വർഷം 3 കല്യാണപ്പന്തലിൽ അവൻ ഒരു പാറ പോലെ ഇരുന്നു. ചുറ്റും ആളുകളുടെ ബഹളം, മേളം, പൂക്കളുടെ മണം. ഒന്നും അവൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവും വരുത്തിയില്ല. മണ്ഡപത്തിൽ മുന്നിൽ മുഖം കുനിച്ചിരിക്കുന്ന പെണ്ണിനെ അവനൊന്ന് നോക്കുക പോലും ചെയ്തില്ല. നോക്കേണ്ട ആവശ്യമില്ലെന്ന് അവൻ്റെ ഭാവം. അവൾ മാളവിക, പൂച്ചക്കണ്ണുള്ളവളെന്ന് നാട്ടുകാർ പറയും. 22 വയസ്സ്, തേൻ നിറമുള്ള കണ്ണുകൾ. പക്ഷേ ആ കണ്ണുകളിൽ ഇന്ന് ഭയം മാത്രം. കഴുത്തിൽ താലി വീഴുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അവൾക്കറിയാം, ഇതിഷ്ടത്തിൻ്റെ കല്യാണമല്ല, ഇത് കടത്തിൻ്റെ കല്യാണമാണ്. 6 മാസം മുൻപ് മാധവൻ തമ്പുരാൻ്റെ കാർ ബ്രേക്ക് പൊട്ടി മറിഞ്ഞത് മാളവികയുടെ അച്ഛൻ രാഘവൻ ആശാരിയുടെ വീടിൻ്റെ മുന്നിലാണ്. രാഘവൻ ഓടിച്ചെന്ന് വാതിൽ വലിച്ചു പൊളിച്ച് തമ്പുരാനെ പുറത്തെടുത്തു. ആശുപത്രിയിൽ കൊണ്ടുപോയി സ്വന്തം രക്തം കൊടുത്തു. ജീവൻ തിരിച്ചു കിട്ടിയ മാധവൻ തമ്പുരാൻ ചോദിച്ചു, എന്ത് വേണം പ്രതിഫലം? രാഘവൻ ഒന്ന് ചിരിച്ചു. തമ്പുരാന് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ എനിക്ക് പ്രതിഫലം. പക്ഷേ തമ്പുരാൻ സമ്മതിച്ചില്ല, നിർബന്ധിച്ചു. ഒടുവിൽ രാഘവൻ പറഞ്ഞു, എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം, അത് മതി. അന്ന് രാത്രി തമ്പുരാൻ മകനെ വിളിച്ചു, നീ മാളവികയെ കല്യാണം കഴിക്കണം. എന്ത്? ആദിത്യ ചാടി എഴുന്നേറ്റു. ഒരാശാരിയുടെ മോളെ? എനിക്കിഷ്ടമല്ലാത്തൊരു കല്യാണം. അവൻ്റെ കടം നമ്മുടെ തലമുറ വീട്ടണം. ഞാൻ വാക്കു കൊടുത്തുപോയി. ആദിത്യയുടെ കണ്ണുകൾ ചുവന്നു. പക്ഷേ അച്ഛൻ്റെ കണ്ണിലെ യാചന കണ്ടപ്പോൾ അവൻ പല്ല് കടിച്ചു. ശരി, കെട്ടാം. പക്ഷേ ഓർമ്മ വേണം, ഞാൻ കിട്ടുന്നത് ഒരു കടമയാണ്, അച്ഛനോടുള്ള കടമ, അല്ലാതെ ഒരു പെണ്ണിനെയല്ല. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി. തറവാട് വീടിൻ്റെ മുകളിലെ മുറി, വിശാലമായ മുറി. പക്ഷേ മാളവികയ്ക്ക് അതൊരു കൂട് പോലെ തോന്നി, തന്നെ ബന്ധിച്ചിരിക്കുന്ന ചട്ടക്കൂട്. ആദിത്യ വാതിൽ തള്ളി തുറന്നു വന്നു. മാളവിക എഴുന്നേറ്റ് നിന്നു, തല കുനിച്ചു പിടിച്ചു. അവൻ അവളെ ആദ്യമായി ശരിക്കു നോക്കി. ചുവന്ന പട്ടുസാരി, കഴുത്തിൽ താലിമാല, കാതിൽ ചെറിയ കമ്മൽ, കൺമഷി പടർന്ന പൂച്ചക്കണ്ണുകൾ. പാവം, ഒരു പാവം, വല്ലാത്ത പാവം. പക്ഷേ ആ പാവം കണ്ടപ്പോൾ അവന് ദേഷ്യമിരട്ടിച്ചു. എന്തിനിവൾ സമ്മതിച്ചു? എന്തിന് ഒരു കടത്തിൻ്റെ പേരിൽ ജീവിതം നശിപ്പിച്ചു? നോക്കൂ, അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ചില കാര്യങ്ങൾ ആദ്യമേ പറയാം. മാളവിക മെല്ലെ തല ഉയർത്തി. 1, ഇത് വെറും കോൺട്രാക്റ്റാണ്. നീ എൻ്റെ ഭാര്യയല്ല, ഈ തറവാട്ടിലെ ഒരു ജീവനക്കാരി മാത്രം. 2, എൻ്റെ മുറിയിൽ നിനക്ക് സ്ഥാനമില്ല, താഴെ ഗസ്റ്റ് റൂമിൽ കിടന്നോ. 3, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഞാൻ എപ്പോൾ വരും, എപ്പോൾ പോകും, ആരോട് മിണ്ടും, അതൊന്നും നിന്റെ വിഷയമല്ല. ഓരോ വാക്കും ഒരു കത്തി പോലെ അവളുടെ നെഞ്ചിൽ തറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഒരു തുള്ളി കണ്ണീർ പുറത്തു വന്നില്ല. മനസ്സിലായോ? അവൻ അലറി. മാളവിക തലയാട്ടി. ശബ്ദം പുറത്തു വന്നില്ല. വാ തുറന്നു പറ. മനസ്സിലായി, അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആദിത്യ അവളെ ഒന്നുകൂടി നോക്കി. എന്നിട്ട് വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയി. മാളവിക അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ മെല്ലെ താഴേക്കിരുന്നു. പട്ടുസാരിയുടെ ഞൊറി മടിയിൽ വെച്ച് മുഖം പൊത്തി ശബ്ദമില്ലാതെ കരഞ്ഞു. അവളുടെ കുപ്പിവളകൾ കിലുങ്ങി. ആ ശബ്ദം ആ ശൂന്യമായ മുറിയിൽ എത്ര വേദനയോടെയാണ് മുഴങ്ങിയത്. പിറ്റേന്ന് രാവിലെ
അടുക്കളയിൽ മാളവിക ചായ ഉണ്ടാക്കുകയായിരുന്നു. തലേന്ന് രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ചായ. പിന്നിൽ നിന്ന് ഒരു ഗർജനം. അവൾ ഞെട്ടിത്തിരിഞ്ഞു. ആദിത്യ. മുടി കലങ്ങി മുഖം കടുപ്പിച്ചു നിൽക്കുന്നു. ഇതാ. അവൾ വിറയ്ക്കുന്ന കൈയോടെ ചായ നീട്ടി. അവൻ വാങ്ങി ഒറ്റ കവൾ കുടിച്ചു. പെട്ടെന്ന് മുഖം ചുളിച്ചു. ഛേ, എന്ത് ചായയാണിത്? പഞ്ചസാര ഇട്ടില്ലേ? അയ്യോ, മറന്നു. ഞാൻ ഇപ്പോ. വേണ്ട. അവൻ കപ്പ് സ്ലാബിൽ ശക്തിയിൽ വെച്ചു. ചായ തെറിച്ചു. കുറച്ചു തുള്ളി മാളവികയുടെ കയ്യിൽ വീണു. ഹാ! അവൾ കൈ പിൻവലിച്ചു. പൊള്ളിയിടം ചുവന്നു. ആദിത്യ അത് കണ്ടു. ഒരു നിമിഷം അവൻ്റെ കണ്ണിൽ എന്തോ ഒരു ഭാവം മിന്നി. പക്ഷേ പെട്ടെന്നത് മാഞ്ഞു. സൂക്ഷിച്ച് ചെയ്തൂടെ? ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലേ? അവൻ ചീറി. നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? അച്ഛനെ പറഞ്ഞപ്പോ മാളവികയുടെ നിയന്ത്രണം വിട്ടു. എൻ്റെ അച്ഛനെ. നിർത്ത്! അവൻ വിരൽ ചൂണ്ടി. ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ എൻ്റെ വാക്കനുസരിക്കണം. അല്ലെങ്കിൽ ഇറങ്ങിപ്പോടി. എനിക്ക് വയ്യ ഒരു ഭാരവും ചുമക്കാൻ. മാളവികയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. കണ്ണിൽ 2 തുള്ളിർ കണ്ണീർ അടുക്കളയിൽ തറയിലേക്ക് വീണു. ആദിത്യ അത് കണ്ടില്ലെന്ന് നടിച്ച് തിരിഞ്ഞു നടന്നു. പക്ഷെ വാതിൽക്കലെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. അവളുടെ പൊള്ളിയ കൈ അവൻ കണ്ടിരുന്നു. ഒരു നിമിഷം തിരിച്ചു ചെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഈഗോ സമ്മതിച്ചില്ല. അവൾ അനുഭവിക്കട്ടെ. ഇതവളുടെ തെറ്റാണ്. ഈ കല്യാണം സമ്മതിച്ചത് അവളുടെ തെറ്റ് തന്നെയാണ്. അവൻ വേഗം നടന്നുപോയി. ഉച്ച കഴിഞ്ഞു. മാളവിക തറവാട്ടിലെ പൂമുഖത്തിരിക്കുകയാണ്. കയ്യിൽ പൊള്ളിയെടുത്ത് മഞ്ഞൾ പുരട്ടിയിട്ടുണ്ട്. വല്യമ്മച്ചി ശാരദ തമ്പുരാട്ടി അവിടേക്ക് വന്നു. 70 വയസ്സ്. പക്ഷെ കണ്ണുകൾക്ക് ഇപ്പോഴും തിളക്കം. മോളെ, അവർ വിളിച്ചു. മാളവിക ചാടി എഴുന്നേറ്റു. വല്യമ്മച്ചി. ഇരിക്കിരിക്കേ. വല്യമ്മച്ചി അവളുടെ അടുത്തിരുന്നു. കയ്യിലെ പൊള്ളൽ കണ്ടു. ഇതെന്താ മോളെ? അത് ചായ തിളച്ച് വീണതാ. വല്യമ്മച്ചി ഒന്ന് ദീർഘശ്വാസം വിട്ടു. ആദി, അവൻ വല്ലതും പറഞ്ഞോ? മാളവിക മിണ്ടിയില്ല. തല താഴ്ത്തി. എനിക്കറിയാം മോളെ. വല്യമ്മച്ചി അവളുടെ തലയിൽ തലോടി. അവൻ വലിയ കലിപ്പന. പക്ഷേ ഉള്ളിൽ നന്മയുണ്ട്. ചെറുപ്പത്തിൽ അവൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ അവൻ ഇങ്ങനെയായിപ്പോയി. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ വല്യമ്മച്ചി, അദ്ദേഹത്തിന് എന്നെ കണ്ടുകൂടാ. വെറുപ്പാണ്. സമയം കൊടുക്കുമോളെ. പൂച്ചക്കണ്ണുള്ളവൾക്ക് ക്ഷമ കൂടുതലാ. നിന്റെ കണ്ണുകളിൽ ഞാനത് കാണുന്നുണ്ട്. വല്യമ്മച്ചി ചിരിച്ചു. ഒരു കാലത്ത് അവൻ നിന്നെ ഇഷ്ടപ്പെടും. ഉറപ്പ്. മാളവികയ്ക്ക് വിശ്വാസം വന്നില്ല. ദേഷ്യം മാത്രം തുപ്പുന്ന ആ മനുഷ്യൻ തന്നെ സ്നേഹിക്കുമോ? അപ്പോഴാണ് മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. ആദിത്യ ഓഫീസിൽ നിന്ന് വന്നു. കാറിൽ നിന്നിറങ്ങിയ അവൻ പൂമുഖത്തേക്ക് നോക്കി. വല്യമ്മച്ചിയോട് ചിരിച്ച് സംസാരിക്കുന്ന മാളവികയെ കണ്ടു. വെയിൽ തട്ടി അവളുടെ തേൻ നിറമുള്ള കണ്ണുകൾ തിളങ്ങുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിലുടക്കി. പക്ഷെ പെട്ടെന്ന് അവൻ മുഖം വെട്ടിച്ചു. എന്ത് ഭാവിച്ചാലും അവളൊരു ബാധ്യതയാണ്. അതിൽ കൂടുതൽ ഒന്നുമില്ല. അവൻ കോപത്തോടെ അകത്തേക്ക് കയറിപ്പോയി. വാതിൽ ശക്തിയിലടഞ്ഞു. മാളവിക ഞെട്ടി. വല്യമ്മച്ചി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ക്ഷമ മോളെ, ക്ഷമ മാത്രം. അന്ന് രാത്രി ആദിത്യ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. സമയം 11 മണി. വാതിലിൽ മുട്ടുകേട്ടു. വരൂ. മാളവിക ഒരു ഗ്ലാസ് പാലുമായി അകത്തു വന്നു. ഉറങ്ങുന്നതിന് മുൻപ്. ആരാ പറഞ്ഞത് എനിക്ക് പാൽ വേണമെന്ന്? അവൻ ഗർജിച്ചു. അവൾ നിന്ന് വിറച്ചു. വല്യമ്മച്ചി പറഞ്ഞു, രാത്രി ജോലി ചെയ്യുമ്പോൾ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ ഉപദേശം വേണ്ട.
അവൻ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. പാലെടുത്തോണ്ട് പൊയ്ക്കോ. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നു. വാതിലിലെത്തിയപ്പോൾ അവളുടെ പൊട്ടിയ ശബ്ദം കേട്ടു. സോറി. ആ വാക്ക് ആദിത്യയുടെ ചെവിയിൽ ഒരു സൂചി പോലെ തറച്ചു. അവൻ തല ഉയർത്തി നോക്കി. അവൾ പോയിരുന്നു. ടേബിളിൽ പാൽ ഗ്ലാസ് ഇരിപ്പുണ്ട്. അവൾ വെച്ചിട്ട് പോയതാണ്. അവൻ കുറച്ചു നേരം ആ ഗ്ലാസ്സിൽ തന്നെ നോക്കിയിരുന്നു. എന്തോ ഒരു കുറ്റബോധം. താൻ എന്തിനാ അവളോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? പക്ഷെ പെട്ടെന്ന് അവൻ്റെ മുഖം കഠിനമായി. ഇല്ല, സിമ്പതി കാണിക്കാൻ പാടില്ല. ഒന്നയഞ്ഞ അവൾ തലയിൽ കയറിയിരിക്കും. പിന്നെ ഈ കടം ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരും. അവൻ എഴുന്നേറ്റ് ഗ്ലാസ് എടുത്ത് പാൽ വാഷ് ബേസിനിൽ ഒഴിച്ചു. ഗ്ലാസ് ശക്തിയിൽ വച്ചു. പക്ഷെ അവൻ അറിയില്ലായിരുന്നു താഴെ ഗസ്റ്റ് റൂമിൽ മാളവിക തലയിണയിൽ മുഖം അമർത്തി കരയുകയാണെന്ന്. അവളുടെ പൂച്ച കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നുവെന്ന്. ദേഷ്യം മാത്രം. അതുമാത്രമേ ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ദേഷ്യത്തിൻ്റെ തീയിൽ വീണാലും ഉരുകാത്ത ഒരു സത്യമുണ്ട്. സ്നേഹം. അതെവിടെ നിന്നെങ്കിലും പൊട്ടിമുളയ്ക്കും. ഏറ്റവും കലിപ്പുള്ള മനസ്സിൽ പോലും. അതിനുള്ള സമയമായിട്ടില്ല. ഇത് തുടക്കം മാത്രം.